നമസ്കാരം. അഷ്ടോത്തര നാമാവലി എന്ന പുതിയ പംക്തിയിലേക്ക് എല്ലാ ഭാഗവത ഭക്തദാസ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇതിന് മുമ്പ് വിഘ്നേശ്വര അഷ്ടോത്തരം പറഞ്ഞിട്ട് ഒന്ന് ഏറിയുണ്ടായി. ഇന്ന് ഗണേശ അഷ്ടോത്തര ശതനാമാവലി, അതായത് ഗണേശനും വിഘ്നേശ്വരനും ഒന്നാണ് എങ്കിലും ഈ ആരാധനയുടെ വ്യാപ്തി മനസ്സിലാക്കുമ്പോൾ അതിൽ പറഞ്ഞ നാമങ്ങളായിരിക്കില്ല ഗണേശ അഷ്ടോത്തരത്തിൽ. അങ്ങനെ സനാതനധർമ്മത്തിൽ ഒന്നിനെ തന്നെ പലതായി വ്യാഖ്യാനിക്കും. എന്തിനു വേണ്ടിയിട്ട്? സഹൃദയർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പക്ഷേ സത്യത്തിൽ നാനാത്വത്തിൽ ഏകത്വം കാണാനാണ് ആവശ്യം. അത് കുറേ പഠിക്കുമ്പോഴല്ലേ ആവുള്ളൂ. അതുകൊണ്ട് ഈ ഗണേശ അഷ്ടോത്തര നാമാവലി പറയാം. സശ്രദ്ധം കേൾക്കുക. സമയമുള്ളപ്പോൾ ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഇത് ചൊല്ലുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്, പഠിക്കുന്നത് ലാഭകരമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്യാവശ്യം അവരവരുടെ നല്ല ഫ്രണ്ട്സിന് ഈ ഭാഗവത ഭക്തദാസൻ എന്ന ചാനൽ ഷെയർ ചെയ്ത് പ്രചോദിപ്പിക്കുക. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി. ഓം ഗജാനനായ നമഃ. ഓം ഗണാധ്യക്ഷായ നമഃ. ഓം വിഘ്നരാജായ നമഃ. ഓം വിനായകായ നമഃ. ഓം ദ്വൈമാതുരായ നമഃ. ഓം സുമുഖായ നമഃ. ഓം പ്രമുഖായ നമഃ. ഓം സന്മുഖായ നമഃ. ഓം കൃത്തിനേ നമഃ. ഓം ജ്ഞാനദീപായ നമഃ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. വേദാന്താണത്. ജ്ഞാനമാകുന്ന ദീപമാണ് ഗണപതി. അതെവിടെയാണ്? നമ്മുടെ അകത്താണ്. അപ്പോൾ ഒരു ചൈതന്യത്തിനെ പലതായിട്ട് പറയണം, വേണ്ടേ? അതാണ് ജ്ഞാനദീപായ നമഃ. ഓം സുഖനിധയേ നമഃ. ഓം സുരാധ്യക്ഷായ നമഃ. ഓം സുരാരിഭിദേ നമഃ. ഓം സുരാരിഭിദേ നമഃ. ഓം മഹാഗണപതയേ നമഃ. ഓം മാന്യായ നമഃ. അത് വളരെ ആവശ്യമാണ്. മാന്യത എല്ലാറ്റിലും നമ്മൾ പുലർത്തണം, ഒരു അന്തസ്സ്. ഓം മാന്യായ നമഃ. ഓം മഹാന്മാന്യായ നമഃ. ഓം മൃഢാത്മജായ നമഃ. ഓം പുരാണായ നമഃ. ഓം പുരുഷായ നമഃ. ഓം പൂഷണേ നമഃ. ഓം പുഷ്കരിണേ നമഃ. ഓം പുണ്യകൃതേ നമഃ. ഓം അഗ്രഗണ്യായ നമഃ. ഓം അഗ്രപൂജ്യായ നമഃ. ഏതൊരു പൂജയ്ക്കും ആദ്യം ഗണേശനെ വന്ദിക്കണം. അതുകൊണ്ടാണ് അഗ്രപൂജ്യായ നമഃ. ഓം അഗ്രഗാമിനേ നമഃ. ഓം മന്ത്രകൃതേ നമഃ. ഓം ചാമീകരപ്രഭായ നമഃ. ഓം സർവസ്മൈ നമഃ. ഓം സർവോപാസ്യായ നമഃ. എല്ലാവരും ഉപാസിക്കുന്നവൻ. സർവോപാസ്യായ നമഃ. ഓം സർവകർത്രേ നമഃ. ഓം സർവനേത്രേ നമഃ. ഓം സർവസിദ്ധിപ്രദായ നമഃ. ഓം സർവസിദ്ധായ നമഃ. ഓം സർവവന്ദ്യായ നമഃ. ഓം മഹാകാളായ നമഃ. ഓം മഹാബലായ നമഃ. ഓം ഹേരംബായ നമഃ. ഓം ലംബജഠരായ നമഃ. ഓം ഹ്രസ്വഗ്രീവായ നമഃ. ഓം മഹോദരായ നമഃ. ഓം മദോത്കടായ നമഃ. ഓം മഹാവീരായ നമഃ. ഓം മന്ത്രിണേ നമഃ. ഓം മംഗളദായ നമഃ. ഓം പ്രമദാർച്ച്യായ നമഃ. ഓം പ്രാജ്ഞായ നമഃ. ഓം പ്രമോദായ നമഃ. ഓം മോദകപ്രിയായ നമഃ. ഓം ധൃതിമതേ നമഃ. ഓം മതിമതേ നമഃ. ഓം കാമിനേ നമഃ. ഓം കബിദ്ധപ്രിയായ നമഃ. ഓം ബ്രഹ്മചാരിണേ നമഃ. ഓം ബ്രഹ്മരൂപിണേ നമഃ. ഓം ബ്രഹ്മവിദേ നമഃ. ഓം ബ്രഹ്മവന്ദിതായ നമഃ.
ഓം ജിഷ്ണുവേ നമ. ഓം വിഷ്ണുപ്രിയായ നമ. ഓം ഭക്തിജീവിതായ നമ. ഓം ജിതമന്മഥായ നമ. ഓം ഐശ്വര്യദായ നമ. ഓം ഗ്രഹജ്യായസേ നമ. ഓം സിദ്ധസേവിതായ നമ. ഓം വിഘ്നഹർത്രേ നമ. ഓം വിഘ്നകർത്രേ നമ. ഓം വിശ്വനേത്രേ നമ. ഓം വിരാജേ നമ. ഓം സ്വരാജേ നമ. ഓം ശ്രീപതയേ നമ. ഓം വാക്പതയേ നമ. ഓം ശ്രീമതേ നമ. ഓം ശൃംഗാരിണേ നമ. ഓം ശ്രിതവത്സലായ നമ. ഓം ശിവപ്രിയായ നമ. ഓം ശീഘ്രകാരിണേ നമ. ഓം ശാശ്വതായ നമ. ഓം ശിവനന്ദനായ നമ. ഓം ബലോദ്ധതായ നമ. ഓം ഭക്തനിധയേ നമ. ഓം ഭാവഗമ്യായ നമ. ഓം ഭവാത്മജായ നമ. ഓം മഹദേ നമ. ഓം മംഗളദായിനേ നമ. ഓം മഹേശായ നമ. ഓം മഹിതായ നമ. ഓം സത്യധർമ്മിണേ നമ. വളരെ ആഴമുള്ളൊരു വാക്കത്. സത്യധർമ്മിണേ നമ. അസത്യം ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗണപതിനെ ആരാധിച്ചൊരു കാര്യമില്ല. ഞാൻ എഗെയിൻ പറയണു, 6, 8, 10 വയസ്സിൽ ഇതൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ ഓം സത്യധർമ്മിണേ നമ. സത്യത്തിൽ നടക്കുന്നവരെ മാത്രമേ അനുഗ്രഹിക്കുള്ളൂ. കറുകമാല കെട്ടിയിട്ടൊന്നും കാര്യമില്ല. അത് വളരെ പോയിൻറ്റ് ബ്ലാങ്ക് ആയിട്ട് പറയും. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടോ, എനിക്ക് ആശ്രയദോഷം അത് വരാൻ പാടില്ല. ഓം സത്യധർമ്മിണേ നമ. ഓം സദാധാരായ നമ. ഓം സത്യായ നമ. ഓം സത്യപരാക്രമായ നമ. സത്യത്തിൽ ജീവിക്കുന്നവരെ രക്ഷിക്കാൻ പരാക്രമം കാണിക്കും. സത്യപരാക്രമായ നമ. ഓം ശുഭാംഗായ നമ. ഓം ശുഭ്രദന്തായ നമ. ഗണപതിക്ക് ആനയുടെ തല മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശുഭ്രദന്തായ നമ. നല്ല വെളുത്ത കൊമ്പ് എന്നാണ് അർത്ഥം. ശുഭ്രദന്തായ നമ. ഓം ശുഭദായ നമ. മംഗളത്തെ തരുന്നവനാണ്. ഓം ശുഭവിഗ്രഹായ നമ. ഓം പഞ്ചപാതകനാശിനേ നമ. പഞ്ചപാതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അച്ഛന്മാരെ അനുസരിക്കാതെ കണ്ടിരിക്കുക, കുടുംബത്തിന് ദുഷ്പേര് വളർത്തുക, മധുപാനം ചെയ്യുക, സ്വർണത്തിൽ ആക്രാന്ത് കാണിക്കുക, ചൂത് കളിക്കുക. ഇങ്ങനെയാണ് ആ പഞ്ചപാതകനാശിനേ നമ. ശ്രദ്ധിച്ച് ഭഗവാനെ ആരാധിച്ചാൽ ഈ പാപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുന്ന അർത്ഥം. ഓം പാർവതീ പ്രിയനന്ദനായ നമ. ഓം വിശ്വേശായ നമ. ഓം വിബുധാരാധ്യപദായ നമ. ഓം വീരവരാഗ്രജായ നമ. ഓം കുമാരഗുരുവന്ദ്യായ നമ. കുമാരഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ സുബ്രഹ്മണ്യനാൽ വന്ദിക്കപ്പെടുന്നവെന്ന് അർത്ഥം പറയും. കുമാരഗുരുവന്ദ്യായ നമ. ഓം കുഞ്ചരാസുരഭഞ്ജനായ നമ. ഓം വല്ലഭാവല്ലഭായ നമ. ഓം വരാഭയകരാംബുജായ നമ. ഓം സുധാകലശഹസ്തായ നമ. ഓം സുധാകരകലാധരായ നമ. സുധാകലശഹസ്തായ ഗണപതിയുടെ ഒരു കയ്യിൽ എന്താ അമൃതകലശുണ്ട്. അതാണ് സുധാകലശഹസ്തായ നമ. ഓം സുധാകരകലാധരായ നമ. സുധാകരൻ്റെ കല. സുധാകരൻ എന്ന് പറഞ്ഞാൽ സുധ കയ്യിലുള്ളവൻ്റെ ചൈതന്യം. അതായത് മഹാവിഷ്ണുവിൻ്റെ അർത്ഥം പറയാം. മനസ്സിലായില്ലേ? സുധാകരകലാധരായ നമ. ഓം പഞ്ചഹസ്തായ നമ. ഓം പ്രധാനേശായ നമ. ഓം പുരാതനായ നമ. ഓം വരസിദ്ധിവിനായകായ നമ. വരസിദ്ധിവിനായകായ നമ. ആരാണ് ഈ ഗണേശനെ ഈ നാമാവലി, അഷ്ടോത്തര നാമാവലി കൊണ്ട് ആരാധിക്കുന്നത്? അവർക്ക് വരപ്രാപ്തി ഉണ്ടാവും. അവരവരുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കും എന്നർത്ഥം. ആഗ്രഹങ്ങളൊക്കെ സഫലമാവും. പക്ഷേ സത്യസന്ധമായ ജീവിതത്തിൽ നടക്കുന്നവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് പറയാനുള്ളൊരു നിയോഗം എനിക്കുള്ളത് കൊണ്ട് നിങ്ങൾ
ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും മനസ്സിലായില്ലേ? അങ്ങനെയല്ല, സത്യസന്ധമായിട്ട് ജീവിക്കണം. ഏവർക്കും ശ്രീ വിനായകരുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമസ്കാരം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം.